ആദ്യം വെള്ളം അതെയോ? ഇവിടെ പോണ ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നിൽക്കുന്നതേ തമിഴ്നാടാണ്. തമിഴ്നാട് ഗണപതി കല്ല് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനും വന്നിട്ടില്ല, ഇടയ്ക്കൊരിക്കൽ വന്നു പോയതേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഞാനിപ്പോൾ രണ്ടാം തവണയാണ് വരുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഇതൊന്നുമില്ല, എങ്കിലും നിങ്ങളെ എല്ലാവരെയും എൻ്റെ വിൻ വ്ളോഗിലൂടെ ഞാൻ ഗണപതി കല്ലിലോട്ടേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും വരിക. അതെ, പിന്നെ ഞാൻ എൻ്റെ നാടായ അമ്പൂരിൽ നിന്നും ഈ ആറുകാണി എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ആറുകാണി വരെ 6 കിലോമീറ്ററും, ആറുകാണിയിൽ നിന്നും ഈ 10 കാണി എന്ന് പറയുന്ന സ്ഥലത്ത് 10 കിലോമീറ്ററുമാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മണി 4:30 5 മണി ഏതാണ്ട് അടുപ്പിച്ചായി. ഞാൻ പറഞ്ഞു നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് പോയാലോ, യാത്ര തുടങ്ങിയാലോ എന്ന് പറഞ്ഞ് ഞാനിതാ ഇവിടെ കുഞ്ഞു കടയിൽ കയറി ഒരു ചായ ഒരു പഴംപൊരിയൊക്കെ കഴിക്കുക കേട്ടോ. കഴിച്ചിട്ട് എന്താ വീണ്ടും നമുക്ക് യാത്ര തുടങ്ങാം. എല്ലാവരും എൻ്റെ ഒപ്പം കാണണം കേട്ടോ. തമിഴ്നാടാണ്. തമിഴ്നാട് ഗണപതി കല്ല് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്കിവിടെ ഒരു അമ്മച്ചിയെ കണ്ടിട്ടുണ്ട്. അമ്മച്ചിയോട് ചോദിക്കാം, ഇവിടത്തെ അമ്മച്ചി എന്ത് സുഖാണോ? ഇത് ഈ ഗണപതി കല്ല് ഇവിടെ അമ്മച്ചി ഇവിടെ താമസം ഇവിടെയാണോ? ഇത് ഈ പേരെങ്ങനെയാ അമ്മച്ചി? ഗണപതി കല്ല് എന്ന് പറയുന്ന പേരെങ്ങനെയാണോന്ന് അറിയാവോ? ഇവിടെ ഈ ഗണപതി കല്ലെന്നല്ലേ ഈ സ്ഥലത്തിന് പറയുന്ന പേര്? അതെയോ? അപ്പൊ അതെങ്ങനെയാണ് വന്നതെന്ന് വല്ലതും അറിയാവോ? ആ പേരെങ്ങനെ ഉണ്ടായതെന്ന് വല്ലതും അറിയാവോ? അമ്മച്ചിക്കും അറിയില്ല ഈ പേരെങ്ങനെയാണ് വന്നതെന്ന്. പിന്നെ അപ്പോൾ പിന്നെ അമ്മച്ചിക്കും അങ്ങനെ ഒരു അറിവില്ല, അമ്മച്ചിക്കും പേരറിയില്ലെന്നാണ് പറയുന്നത്. ഞാനോർത്ത് ഈ ഗണപതി കല്ലെന്ന് പറയുമ്പോഴേ എന്തെങ്കിലും ഐതിഹ്യങ്ങളുണ്ടോ എന്നറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അമ്മച്ചിയോട് ചോദിച്ചത്. കണ്ടോ, നമുക്ക് ഇനിയും യാത്ര തുടരേണ്ടതുണ്ട്, കുറച്ചുകൂടെ നമുക്ക് പോകേണ്ടതുണ്ട്. ഒരു കുഞ്ഞു റോഡാണ് കേട്ടോ, പക്ഷേ ബസ് റൂട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ബസ് ഇതുവഴി വന്നപ്പോൾ പിന്നെ വണ്ടി ഒതുക്കി വയ്ക്കേണ്ട ഒരു അവസ്ഥ വന്ന്, കാരണം ഒരു കുഞ്ഞു റോഡാണ്. ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടോ, നല്ല രസമുണ്ടല്ലേ. ഞാനിവിടെ വന്നപ്പോഴേ എൻ്റെ വണ്ടിയും അങ്ങ് ഓഫായി അങ്ങനെ നിൽക്കുക. നമുക്ക് ഇനി വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒരിടത്ത് ഒതുക്കി വെച്ചിട്ട് നമുക്കൊരു അങ്ങോട്ട് താഴോട്ട് ഇച്ചിരി ഇറങ്ങി നടക്കാം. എന്തായാലും അതേ പറ്റത്തുള്ളൂ. ഞാൻ വണ്ടി ഒതുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ദേ കാണുന്നുണ്ടോ നിങ്ങൾ, ഇവിടെ ഒരു കുഞ്ഞരുവിയുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. നമ്മളെപ്പോഴും നമ്മൾ പോലും അറിയാത്ത കുറച്ച് കുഞ്ഞ് അരുവികളും അത് നമ്മളെപ്പോഴും കവർ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് നമ്മുടെ തൊട്ട് അടുത്ത് പോലും നമുക്ക് അറിയാത്ത സ്ഥലങ്ങളുണ്ട് അല്ലേ. ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പോലും അറിഞ്ഞുകൂടാത്ത ഒത്തിരി സ്ഥലങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തിൽ തന്നെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ ഓൾറെഡി പറയുകയാണ്, ഇത് തമിഴ്നാടാണ്, കന്യാകുമാരി ജില്ലയുമാണ് ഞാൻ ഈ പറയുന്ന സ്ഥലം കേട്ടോ. പിന്നെ ഇതാ ഈ പുൽപ്പടപ്പെല്ലാം മാറ്റി ഞാൻ വീണ്ടും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഗണപതി കല്ലെന്ന് പറയുന്ന സ്ഥലം ഓൾറെഡി തമിഴ്നാടാണേ. അതൊരിക്കൽ കൂടെ വീണ്ടും ഞാൻ പറയുകയാണ്. അടുത്ത് ഞാൻ ഈ അരുവിയിലോട്ട് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഒരു അപ്പച്ചനെ പരിചയപ്പെട്ടു. അപ്പോൾ ആ അപ്പച്ചൻ പറയുക, പണ്ട് അപ്പച്ചനൊക്കെ ഇവിടെ അവരുടെ കുട്ടിക്കാലത്തൊക്കെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടായിരുന്ന കാലത്തും ഈ ആറ് വന്ന് വറ്റത്തില്ലെന്നും, അപ്പോൾ ഇവിടെ വന്ന് കുടിക്കാനും ഒക്കെ കുളിക്കാനും ഒക്കെ വെള്ളം എടുത്തുകൊണ്ട് പോകുമായിരുന്നു അത്രേ, കുടിക്കാനൊക്കെ. അപ്പം എന്നിട്ട് പറയുക, അപ്പച്ചൻ പറയുക, സന്ധ്യയ്ക്കൊക്കെ അതായത് ഇരുട്ടിന് ശേഷം ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ ഇവിടെ മീനുകളൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. മീനും ഞണ്ടും ഒക്കെ കിട്ടും, ഒരു കറിക്കുള്ളത് കിട്ടും. അപ്പച്ചൻ പറഞ്ഞു. അപ്പോൾ ഞാനന്ന് അവിടെ നിന്നൊന്നും തെന്നിങ്ങി ഓടി നടക്കുക, പാറയുടെ പുറത്തൂടെ വീഴുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മളെന്തുവാ ആസ്വദിക്കാൻ തന്നെയാണ് വന്നതല്ലേ. അതിലൊരു വിട്ടുവീഴ്ച വേണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ പ്രകൃതി ഭംഗി ആസ്വദിക്കുമ്പോൾ നമ്മളെന്തിനാ അത് കുറയ്ക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഞാൻ ആ കുഴിയിലോട്ട് അപ്പച്ചൻ പറഞ്ഞു, ഈ കുഴിയിലോട്ട് മീനൊക്കെ ഉണ്ടെന്ന്, വലിയ മീനുണ്ടെന്നേ. അപ്പോൾ മീൻ ചൂണ്ടയിടുമ്പോൾ മീൻ കിട്ടുമെന്നേ. അപ്പോൾ രാത്രി സമയങ്ങളിലൊക്കെ വന്ന് മീൻ പിടിക്കാറുണ്ട് അത്രേ. നല്ല രസമുണ്ട്, നല്ല തണുത്ത ജലാംശമാണ്. മലനിരകൾക്കിടയിലൂടെ വരുന്ന ഒരു വെള്ളമായതുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ, നമുക്കിതൊന്നും അല്ല കേട്ടോ, ഇത് കുഞ്ഞരുവി. അപ്പം ഞാനോർത്ത് എന്തെന്നറിയാമോ, നമ്മുടെ ഒരു പുഴ പോലും ആസ്വദിക്കാൻ നമുക്ക് ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഞ്ഞരുവിയായാൽ പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റുമല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ കൂടെയൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്കങ്ങോട്ട് പോകാം. അപ്പോൾ ഞാൻ നോക്കുക, അപ്പച്ചൻ പറഞ്ഞല്ലോ എന്നോട് ഞണ്ടൊക്കെ ഉണ്ടെന്ന്. അപ്പം ഞാൻ പാറയുടെ ഇടയ്ക്കൂടെ ഒന്ന് നോക്കുക, ഞണ്ടെന്തെങ്കിലും കാണുന്നുണ്ടോ. ഞാനിപ്പോൾ നടക്കുന്നത് കണ്ടോ, ഈ വഴിയെ നമുക്ക് നടന്നങ്ങ് പോകാം. ഇപ്പം മഴ ആയതുകൊണ്ടാണ് ഒത്തിരി വെള്ളം കെട്ടിക്കിടക്കും. അപ്പം ഞാനോർത്ത് താഴ്ച ഇല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ട് ഇതുവഴി അങ്ങ് നടന്ന് ഷോർട്ട് കട്ടാണ്, നമുക്കങ്ങ് നമ്മൾ പറഞ്ഞ ആ സ്ഥലത്ത് എത്തായിരുന്നു. പക്ഷേ ഞാൻ നോക്കിയപ്പം പറ്റില്ല കേട്ടോ, മഴ എന്തായാലും വെള്ളം ഒത്തിരി നിറഞ്ഞ് കിടക്കുക. എന്തായാലും നമുക്ക് വീണ്ടും വണ്ടിയിൽ യാത്ര പോകേണ്ടതുണ്ട് കേട്ടോ. കുറച്ചുകൂടെ നമുക്ക് പോകാം. കണ്ടല്ലോ,
ഇപ്പോൾ ഒരു സന്ധ്യ സമയമായതുകൊണ്ട് എല്ലാം നിശബ്ദമായിരിക്കുകയാണ് കേട്ടോ. പ്രകൃതി പോലും നിശബ്ദതയോടുകൂടെ ഇരിക്കുവാണ്. നല്ല രസമുണ്ടല്ലേ കണ്ടിട്ട്. നല്ലൊരു അന്തരീക്ഷവും നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ കിളികളുടെ ഒരു ആ ഒരു സൗണ്ടും എല്ലാം നല്ല ഭംഗി തന്നെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ നിന്നപ്പോഴുണ്ടല്ലോ കുറച്ച് കമിതാക്കൾ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ആയിട്ടൊക്കെ നിന്ന് സംസാരിക്കുക. അപ്പോൾ അവർ ഇടയ്ക്ക് നമ്മുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവണ്ടല്ലോ എന്ന് കരുതി ഞാനിനി അങ്ങോട്ട് ആ ഭാഗത്തോട്ട് നിങ്ങളെ കാണിക്കാത്തതാണ്. നമ്മളെന്തായാലും വീഡിയോ അങ്ങോട്ട് കവർ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേ ഒരു മരം, പുളിമരമാണേ, അതങ്ങ് വെള്ളത്തിലോട്ട് ചാഞ്ഞ് കിടക്കുക. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും നമ്മളിവിടെ വരുമ്പോൾ ആ മരത്തിലോട്ടൊന്ന് കയറണമെന്ന് എനിക്ക് തോന്നുന്നു. വീഴാണെങ്കിൽ അവിടെ കിടക്കും ഞാൻ കേട്ടോ. ഞാനങ്ങനെ പതുക്കെ ഇറങ്ങുക. നോക്കിക്കൊള്ളണേ, അവിടെ ഒരു കുഴിയുണ്ട് കേട്ടോ. ആ കുഴിയിൽ ചിലപ്പോൾ നമ്മുടെ കാല് സ്ലിപ്പായി ആ കുഴിക്കകത്ത് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷമേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങിയതാ നടക്കുക ഈ മരത്തിലോട്ട്. ഒന്നും എനിക്ക് ആ മരത്തിലോട്ടൊന്ന് എന്തായാലും മഴയത്തെങ്ങാണ്ട് ചരിഞ്ഞ് വീണതായിരിക്കും. നല്ല കാറ്റും മഴയുള്ള സമയത്ത് മറിഞ്ഞ് വീണതായിരിക്കും. അങ്ങനെ ആ മരത്തിലോട്ട് ഞാനൊന്ന് കയറുക. ദയവ് ചെയ്ത് പിന്നെ നീന്താൻ അറിയാത്തവരൊന്നും ഇപ്പം മുകളിൽ കയറി വീഴുകയൊന്നും ചെയ്യരുത് കേട്ടോ. എനിക്ക് വലുതായിട്ട് നീന്താൻ അറിയില്ല. എന്തായാലും ഇവിടെയൊക്കെ വീണ താഴ്ച കുറവെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു തോന്നലാണ്. എന്തായാലും ധൈര്യം സംഭരിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് നീങ്ങിയത്. മരത്തിൽ കയറി ഒരു 2 മിനിറ്റ് അവിടെ ഇരിക്കണ്ടേ? ഇരുന്നില്ലെങ്കിൽ പിന്നെ എന്താ, ഇരുന്ന് ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് പോകാം. എന്തായാലും കിളികൾക്കും പക്ഷികളും ഒക്കെ ഈ കൂട് കൂട്ടിയിരിക്കുന്ന അവരുടെ ആ സ്വാർത്ഥത ഞാൻ കളയുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്, ഒരു 2 മിനിറ്റോളം അവിടെ ഇരിക്കാമെന്ന് കരുതി ഞാൻ ഇരിക്കാൻ പോവുകയാണ് കേട്ടോ. ഇരുന്നിട്ട് നമുക്കൊന്ന് എല്ലായിടവും ഒന്ന് നോക്കിയതിന് ശേഷം നമുക്കിനി യാത്ര തുടരാം. കുറച്ചുകൂടെ പോകേണ്ടതുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. സന്ധ്യാസമയം കൂടെ ആയപ്പോഴേ നല്ല ഭംഗിയാണ് കേട്ടോ, അന്തരീക്ഷവും ഒക്കെ ആയിട്ട്. അപ്പോൾ ഗണപതി കല്ലെന്ന് പറയുന്ന സ്ഥലം ഇതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ചുറ്റുവട്ടത്തിൽ കിടന്നിട്ട് എനിക്കറിയാണ്ട് പോയല്ലോ എന്നാണ് ഞാനിപ്പം കരുതുന്നത്. ഒട്ടുമിക്ക സ്ഥലങ്ങൾ എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നല്ല നല്ല സ്ഥലങ്ങളുണ്ട്, പക്ഷേ എനിക്കറിയില്ല. പിന്നെ ഇവിടെ ഈ എന്താ പറയുക, 2-3 ഫിലിമൊക്കെ വന്ന് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം നല്ല ഒരു നിശബ്ദമായുള്ള ഒരു ഏരിയ അല്ലേ. അപ്പോൾ അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പുഴ എത്തി കേട്ടോ. ഇതാണ് ഇപ്പം വെള്ളം ഒത്തിരി ഉണ്ട്. മഴ ആയിരുന്നതുകൊണ്ട് വെള്ളം ഒത്തിരി ഇങ്ങനെയൊക്കെ കയറി കിടക്കുക. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈ പുഴയിൽ അടുത്തോട്ട് ഇച്ചിരി ഇറങ്ങി നടക്കാനൊക്കെ പറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ടാണ്. എന്തായാലും നല്ല രസമല്ലേ, കാണുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ ഞാനൊരു കുഞ്ഞു സ്ഥലം കേട്ടോ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു കുഞ്ഞു സ്ഥലം നിങ്ങളോട് ഷെയർ ചെയ്യുന്നു, അത്രമാത്രം കരുതിയത് കേട്ടോ. ഇതും നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു ഭാവങ്ങളാണ്. നമ്മുടെ ഒരു പ്രകൃതിയെ നമ്മൾ ആസ്വദിക്കുന്ന രീതികളാണ്. പനയൊക്കെ കണ്ടല്ലോ, ഇത് തമിഴ്നാടിൻ്റെ ഒരു ഭംഗിയാണ് കേട്ടോ. തമിഴ്നാടിൻ്റെ ഒരു ഭംഗി നല്ല രസമുണ്ടല്ലേ. നമ്മളെല്ലാതും എന്താണെങ്കിലും ഞാൻ അങ്ങനെ നോക്കിയപ്പോഴേ തൊടലിപ്പഴം നിൽക്കുക. ഞാൻ എൻ്റെ കുറേ വീഡിയോയിൽ എന്നെ തൊടലിപ്പഴം ഫോളോ ചെയ്യണമാണോ, അല്ലെങ്കിൽ തൊടലിപ്പഴത്തിന് ഞാൻ ഫോളോ ചെയ്യണമാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. എന്തായാലും 2 കയ്യിൽ ഞാൻ പറിച്ചെടുത്ത് കഴിക്കാൻ നോക്കി കേട്ടോ. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, നല്ല രസമാണ്. നമ്മളിന്ന് ഇവിടെ വന്നപ്പോൾ ഒത്തിരി താമസിച്ചു പോയി. അതുകൊണ്ട് ഒരു അന്തരീക്ഷമൊക്കെ ഒരു വല്ലാതെ രീതിയിലാണ് കിടക്കുന്നത്. എന്തായാലും അടുത്ത പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.